തീർന്നു. ഒന്നാം പടി തവി എടുത്തായിരുന്നല്ലോ ഞാനത്. ആഹാ, രാത്രിയിലെ കുക്കിങ് തട്ടുകട ആക്കിയാലോ നമുക്ക് ഇവിടെ ഇറങ്ങാം. തട്ടുകട തട്ട് കുക്കിങ് ആൻഡ് ഈറ്റിങ്. കുത്തിയിരുന്ന് പോയിക്കുവാണോ? ഹായ്, നമസ്കാരം. അതെ, ഇച്ചിരി സന്ധ്യയായി. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന മുമ്പ് ഒരു സ്നാക്സ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, നടന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് ആട്ടു. അപ്പോൾ ഞങ്ങളുടെ ഓപ്പൺ കിച്ചണായത്. അപ്പം ചേഞ്ചിട്ട് വെച്ചു. പാം ഓയിൽ, ഇവിടുത്തെ ഈ കാലാവസ്ഥയുണ്ട്, പാം ഓയിലൊക്കെ ഉറച്ചിരിക്കും, ഭയങ്കര സ്ട്രോങ്. അപ്പേ നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം. മുട്ട ബജി, ആ മുട്ട കിടത്തേ. അപ്പം മുട്ട പുഴുങ്ങി ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. അപ്പം ഇത് രണ്ടായിട്ട് മുറിക്കണോ അറിയാലോ. നമ്മൾ കുക്കിംഗ് ചാനലൊക്കെ എത്ര കണ്ടിരിക്കുന്നു അല്ലേ. പക്ഷേ എന്നറിയോ, ഈ ഊട്ടിയിൽ രാത്രിയിൽ സന്ധ്യ സമയത്ത് ഒറ്റയടിക്ക് 2 പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡും കഴിക്കാം, അല്ല ചൂട് കിട്ടും. വീഡിയോ അവിടെ കിടക്കുന്നു. വീഡിയോ ഒന്നും വേണ്ട. അല്ല, എന്ത് ഹാപ്പൻസ് അത് അതേപോലെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതെ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഒന്നും ഇല്ലല്ലേ. പിന്നെ എല്ലാവരും നല്ല ഈ വീഡിയോയ്ക്ക് വേണ്ടിയേ നമ്മൾ വീട്ടിൽ കാണിക്കുന്നുള്ള ഞാൻ കാണിക്കുന്നുള്ളൂ. അത് പിന്നെ ആണുങ്ങൾക്ക് ഇച്ചിരി വൃത്തിയും കുറവൊക്കെ കുറവുണ്ട്, പെണ്ണുങ്ങളെ പോലെയല്ല. അതുകൊണ്ടാ കുഞ്ഞുമോൾ അടുത്തിരിക്കുന്നേ. ആണോ? മുട്ട തിന്നണം. മുട്ട അവൻ ബോജി കഴിക്കാതെ മുട്ട കഴിക്കണമെന്നാണ്. അങ്ങനെ ഒരു മുട്ട എടുത്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇത് കടലമാവ് ഇച്ചിരി ഇടുവാണ്. കടലമാവ്. കുക്കിംഗ് ഒക്കെ അറിയാമോ ആശാനെ? ഇതൊക്കെ ചെയ്തല്ലേ പഠിക്കുന്നത്. ഞാൻ അത്യാവശ്യം കുക്കിംഗ് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ വേണ്ടാത്ത പണിക്ക് പോകാല്ലാത്തതുകൊണ്ട് അതുങ്ങൾ പണിയാകാതെ. ഇത് അരിപ്പൊടി എന്തായാലും ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കാണാം ഗൈസ്. ഇത് വേണോ? നമുക്ക് നോക്കാം എന്താവും. മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത് ഉണ്ടാക്കി വരുമ്പോൾ വേറെ വല്ലതും ആയെങ്കിൽ. പ്രിയതമ്മയ്ക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണമെന്നാഗ്രഹം. ചുമ്മാ വെടി പറയുകയാണേ. അപ്പം എന്തൊക്കെ ഇട്ടെന്നറിയോ? മുളക് പൊടി ഇട്ടില്ല. കടലമാവ്, അരിപ്പൊടി, സോഡാപ്പൊടി. അടുത്ത ആൾ വന്നിരിക്കുകയാണ്. ജ്യൂസ് ഉണ്ടാക്കാമല്ലോ. ഇത് മുട്ട വെച്ച് കഴിഞ്ഞ് അപ്പോൾ സോഡാപ്പൊടി ഇട്ടു. പിന്നെ കായ വെച്ചിട്ട് വെള്ളത്തിലിട്ടായിരുന്നു, അത് ആയിട്ടുണ്ട്. ഉപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഉപ്പ് പൊടിയല്ല, വെള്ളമാണ്. വെള്ളം. ഇത് മുട്ട ബജി. മുട്ട ബജി എന്താന്ന് ഉണ്ടാക്ക ശകലം ഇട്ടാക്കാൻ മുട്ട ബജി. ആ വെള്ളം എടുത്തുന്നല്ലോ ചക്കര. മുളക് പൊടി ഇട്ടില്ല വിജയ. മുളക് പൊടി ഇട്ടില്ല. കാശ്മീരി ഞങ്ങൾ സ്വന്തമായി പൊടിച്ചെടുത്തതാണ്. ഞങ്ങളുടെ സ്വന്തമല്ല, കാശ്മീരി പത്രമുളക് മേടിച്ച. ഇത് ഞങ്ങളൊന്നും പായ്ക്കറ്റ് മാക്സിമം മേടിക്കില്ല. അവിടെ ഇരിക്കുന്ന സാധനമല്ല, അവിടെ സാധനം വെക്കാൻ സ്ഥലമാണ്. ഇങ്ങോട്ടെ. അപ്പോൾ അത് അങ്ങനെയായി. ബാശിക്കുട്ട ഒരു അടപ്പെടുത്തുണ്ടോ മോനെ? അടിയില വെള്ളം വെച്ചു.
അപ്പോൾ അങ്ങനെ കുഴമ്പ് പോലെ എടുക്കുന്നു. ഇവിടെയൊക്കെ പിന്നെ ഇവിടെയൊക്കെ ബജിയെ കഴിഞ്ഞ ദിവസം പോലെ 5 രൂപ ആളായിരുന്നു, ഇപ്പോൾ 7 രൂപയായി. ഈ പാം ഓയിലിന് വില കൂടി, പിന്നെ ഗ്യാസിന് വില കൂടി, ഇപ്പം എല്ലാത്തിനും വില കൂടുമല്ലോ. പുറത്ത് ടൗണിലൊക്കെ പോകുമ്പോൾ മേടിക്കാൻ തോന്നും. മാറിക്കോ. വർക്കിച്ചും കുക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതെ, ഇവിടെ തന്നെ ഇരിക്കുമല്ലേ. ആഹാ, രാത്രിയിലെ കുക്കിങ് തട്ടുകട ആക്കിയാലോ നമുക്ക് ഇവിടെ വരണം. തട്ട് കുക്കിങ് ആൻഡ് ഈറ്റിങ്. വിജയൻ കറുത്തു പോയല്ലോ. വിജയൻ എന്താ രാത്രിയായി, അതുകൊണ്ട് സൗന്ദര്യം പോയതാ. അല്ല ഞാൻ ചോദിച്ചേ. അപ്പം എല്ലാം മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് മുട്ട വെക്കുന്നു, ഇടുന്നു. ഒന്നാം പടി തവി എടുത്തായിരുന്നല്ലോ ഞാൻ. എടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ കഴിക്കുന്നവരാണ്, സ്പെഷ്യൽ മാത്രം കഴിക്കുന്നു ആഗ്രഹിക്കുന്നത്. ബാസ്റ്റിൻ ബിബിൻ. നീ ഒരു പാത്രം എടുത്തോണ്ട് വന്നേ. ഞാൻ കവത്തി വെച്ചിട്ടുണ്ട്. ഭക്ഷണം നമ്മൾ ചോറുണ്ടെന്ന പാത്രമാണ് എടുത്തോണ്ട്. സോറി കേട്ടോ, എല്ലാവരും ഇരുട്ടായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒരെണ്ണം മതി. അല്ല, അത് മതി. അതെ, സോസൊക്കെ കൂട്ടിയാ കഴിക്കുന്നത്. സോക്സ് അല്ല, ഒരു ചിരട്ട ഇങ്ങടുത്ത്. എന്തിയാ ചിരട്ടകളെ? എടുക്കാൻ പാടില്ല, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോ ഞങ്ങള് മുട്ട ബജി ഉണ്ടാക്കി. എങ്ങനെയുണ്ട് വിളോ? സോസ് എങ്ങനെയുണ്ട് വിളോ? ഓരോരുത്തരോരോരുത്തർ മുക്കി കഴിച്ചിട്ട് കാണിച്ചാലോ? എടുത്ത് കാണിച്ചാ മുക്കിയത്. മുക്കി കഴിച്ചേ. ഇങ്ങനെ അങ്ങ് എടുക്കുക, എന്നിട്ടോ ഇങ്ങനെ അങ്ങ് മുക്കുക. ഞാൻ പറഞ്ഞ പോലെ പറയുമോ? ആണോ? കൊള്ളാമെന്ന് പറഞ്ഞില്ല പിള്ളേരെ. സൂപ്പറാ. Right.